അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, പ്രവാചക സ്നേഹത്തിൻ്റെ പര്യായമാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്ന് മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ പഠിക്കണം. പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തത സഹചാരിയായി തിരഞ്ഞെടുക്കുന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയാണ്. പലതവണ ഹിജ്റയ്ക്ക് അനുമതി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യനായ ഒരു കൂട്ടുകാരനെ അള്ളാഹു തരും, അതിനുശേഷം താങ്കൾക്ക് ഹിജ്റ പോകാം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്ത്വനപ്പെടുത്തൽ അവസാനം നബി തങ്ങൾ തന്നെ വീട്ടിലേക്ക് കയറി വരികയും ഹിജ്റയ്ക്ക് എനിക്ക് അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് പറയുമ്പോൾ തങ്ങളെ എന്നെ കൂടെ കൂട്ടാവോ, ആ സമയത്ത് അങ്ങയെ തന്നെ കൂടെ കൂട്ടി പോകണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്ന് പറയുമ്പോൾ മുതൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടങ്ങാത്ത പ്രവാചക സ്നേഹം ഇങ്ങനെ വിഴിഞ്ഞൊഴുകുകയാണ്. ആദ്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സന്തോഷ വാർത്ത കേട്ടിട്ട് കണ്ണറിഞ്ഞ് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കരഞ്ഞു. എന്നിട്ട് സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ, തങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ വേണ്ടത്, ഭക്ഷണം, വെള്ളം, എല്ലാം. അതിനും പുറമെ 2 ഒട്ടകങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വില കൊടുത്ത് വാങ്ങി തയ്യാർ ചെയ്ത് നിർത്തിയിരുന്നു. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രം പൈസ ചെലവഴിച്ച് നബി തങ്ങൾ അതിൽ നിന്ന് ഒഴിവാകുന്നത് തങ്ങൾ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്കുള്ള കസ്വ എന്നുള്ള ഒട്ടകത്തിന്റെ പൈസ മുത്തുനബി തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് നിർബന്ധിച്ചു കൊടുപ്പിച്ചു. അതിനുശേഷം 2 പേരും പുറപ്പെടുകയാണ് വീട്ടിൽ നിന്ന്. നേരെ പോയത് സൗർ ഗുഹയിലേക്കാണ്. ആ പോകുന്ന വഴിയിൽ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ പ്രവാചക പുങ്കവരെ എങ്ങനെ ഒരു വിശ്വാസി സ്നേഹിക്കണം എന്ന് ജീവിതം കൊണ്ട് കാണിക്കുകയായിരുന്നു മഹാനവർകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ പലപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തിരിഞ്ഞു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സിദ്ദീഖേ എന്താണിത്? അത് ചോദിക്കാനുള്ള കാരണം ചില സമയങ്ങളിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൊച്ചുകുട്ടിയെ പോലെ ഓടിച്ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ പുറകോട്ട് ഓടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നതിൻ്റെ പുറകിലൂടെ ഇങ്ങനെ പുറകോട്ട് നോക്കി നടക്കുകയാണ്. ആ സന്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിലൂടെ എന്താ സിദ്ദീഖേ അങ്ങ് കാണിക്കുന്നത്? ഉടനെ പറഞ്ഞു, തങ്ങളെ പുറകിൽ നിന്ന് ഏതെങ്കിലും ശത്രുക്കൾ വരുന്നോ എന്ന് അറിയാനാണ് ഞാൻ പുറകു ഭാഗത്ത് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ ഞാൻ പുറകിലൂടെ കുറച്ചു നേരം നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കാളലാണ്. മുൻഭാഗത്തുകൂടെ അങ്ങയെ അപായപ്പെടുത്താൻ ആരെങ്കിലും വരുമോ എന്നുള്ളൊരു ഭയം എന്നെ വല്ലാതെ പിടികൂടുമ്പോൾ സമാധാനമില്ലാതെയാണ് ഞാൻ മുൻഭാഗത്തേക്ക് ഓടുന്നതും അങ്ങയുടെ മുന്നിൽ കയറി നടക്കുന്നതും, അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് സുരക്ഷിതമായി അങ്ങയെ ഒരു സ്ഥലത്ത് എത്തിക്കുന്നത് വരെ സിദ്ദീഖിന് സമാധാനമില്ല. അങ്ങനെ 2 പേരും കയറുകയാണ്. ഇന്ന് പോലും സൗർമലയിലേക്ക് കയറാൻ വളരെ പ്രയാസകരമാണ്, ആയാസകരമായ ഒരു യാത്രയാണ് സൗർമലയിലേക്ക്. ആ സൗർമലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കയറിപ്പോവുകയാണ്. ആ കയറിപ്പോകുമ്പോൾ അവിടെ സ്റ്റെപ്പുകളില്ല, മുമ്പ് ആരെങ്കിലും നടന്നതിൻ്റെ തെളിച്ചമില്ല, വഴി കാട്ടാൻ ആരും തന്നെ ഇല്ല. മുൾപ്പടപ്പുകളും കല്ലിൻ കൂട്ടങ്ങളും മാത്രമായ ആ സൗർമലയുടെ ഉച്ചസ്ഥായിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കയറിപ്പോകുമ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പകുതി വഴിയിൽ വെച്ച് ക്ഷീണം അനുഭവപ്പെട്ട ഒരു കാഴ്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അത്രേ, തങ്ങളെ ഇനി പ്രയാസപ്പെട്ട് അങ്ങ് നടക്കേണ്ടതില്ല. ഈ സിദ്ദീഖിന്റെ ജീവനുള്ള കാലത്തോളം അങ്ങക്കൊരു ക്ഷീണം വരാനും അങ്ങക്ക് ബുദ്ധിമുട്ട് വരാനും ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇനി യാത്ര ഈ സിദ്ദീഖിന്റെ തോളിലാവട്ടെ എന്ന് പറഞ്ഞ് ആ സൗർമലയുടെ ഉച്ചസ്ഥായിയിലേക്ക് പ്രവാചക പുങ്കവരെ നുബുവത്തിന്റെ പ്രകാശത്തെ തൻ്റെ തോളിലേക്ക് ആവാഹിപ്പിച്ചെടുത്ത് ആ സൗർമലയുടെ മുകളിലേക്ക് കയറിപ്പോയി മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു. ശത്രുക്കൾ പിന്നാലെ വന്നു. അവർക്ക് പിഴച്ചത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വല്ലാത്ത പ്രവാചക സ്നേഹത്തിന്റെ മുന്നിലാണ്. അതുവരെ അവർ ശ്രദ്ധിച്ചു വന്നത് 2 പേരുടെ കാൽപാദം ഇങ്ങനെ വ്യക്തമായിട്ട് കാണാം സൗറിന്റെ മുകളിലേക്ക് കയറിപ്പോയത്. പക്ഷെ പകുതി വഴിയിൽ വെച്ച് 2 പേരുടെ കാൽപാദം
ഒരാളുടേതായി ചുരുങ്ങിപ്പോയത് അവരെ വല്ലാതെ സന്ദേഹിപ്പിച്ചു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരറിഞ്ഞത് അത്രയും ശ്രമകരമായ ഒരു ദൗത്യമാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ അവാച്യമായ ഒരു സൗഭാഗ്യം മുത്തുനബി തങ്ങളെ തോളത്തേക്ക് ഇട്ടിട്ട് മുകളിലേക്ക് കയറുക എന്നുള്ളത്. അവിടെ തീർന്നില്ല സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്നേഹം. ഗുഹാമുഖത്തെത്തിയിട്ട് ഗുഹയിൽ ഒളിച്ചിരിക്കാമെന്ന് രണ്ടുപേരും തീരുമാനിച്ച് ഗുഹയുടെ അകത്തേക്ക് നബിസ്വലാസങ്ങൾ കയറുമ്പോൾ തങ്ങളെ തടയുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. തടഞ്ഞിട്ട് പറഞ്ഞു, തങ്ങളെ അങ്ങിപ്പോൾ ഗുഹയിൽ കയറരുത്. ഞാൻ കയറി ആ ഗുഹയ്ക്കകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മതി അങ്ങ് കയറുന്നത്. ഞാൻ ഗുഹാമുഖത്ത് കയറി, ഗുഹയ്ക്കകത്ത് കയറി അവിടുത്തെ എല്ലാ മാലിന്യങ്ങളും മാറ്റി അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ട് മാത്രം അങ്ങ് കയറിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊന്നും നിൽക്കാതിരുന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. മഹാനുകൾ ഗുഹയ്ക്കകത്ത് ആദ്യം കയറി, മുഴുവനും പരിശോധിച്ചു, ഗുഹ വൃത്തിയാക്കി, പൊത്തുകളെല്ലാം അടച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇനി അങ്ങേക്ക് കയറാമെന്ന് പറഞ്ഞ് തങ്ങളുടെ കൈപിടിച്ച ഗുഹയുടെ അകത്തേക്ക് കയറിയിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുള്ള ക്ഷീണം മനസ്സിലാക്കി തൻ്റെ മടിത്തട്ടിൽ ആ പുന്നാര പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ് ചേർത്ത് വെച്ച് തങ്ങളോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് തങ്ങൾക്ക് കാവലായി കാത്തിരുന്ന സിദ്ദീഖിനെ ചരിത്രം രേഖപ്പെടുത്തിയത് പ്രവാചക സ്നേഹത്തിൻ്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടങ്ങാത്ത ഇഷ്കിൻ്റെ ഒരു പര്യായമായിട്ടായിരുന്നു, ഒരു പ്രതീകമായിട്ടായിരുന്നു. ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ള പ്രവാചക സ്നേഹം തന്നെയാകട്ടെ ഈ പരിശുദ്ധമായ നബിദിനത്തിൻ്റെ അന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലേക്ക് ആവാഹിപ്പിച്ച് മുത്തു തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം നമ്മൾ ഇന്ന് ഓരോ ത്വലാൽ ബദ്ർ ചൊല്ലുമ്പോഴും ഓരോ അശ്റഖ ബൈത്ത് പാടുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ഓരോ മുദ്രാവാക്യം വിളിക്കുമ്പോഴും നബി തങ്ങളുടെ പേരിൽ നബിദിനത്തിൻ്റെ റാലിയിൽ അണിനിരക്കുമ്പോഴും തങ്ങളുടെ മദ്ഹുകൾ കേൾക്കുമ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അല്ലാഹുവേ എന്നെ ഒരു പ്രവാചക പ്രേമിയാക്കണേ, പ്രവാചക സ്നേഹിയാക്കണേ എന്നായിരിക്കണം പ്രാർത്ഥന. അള്ളാഹു നമ്മളെ അത്തരത്തിൽ കൂട്ടുകയും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ മുത്തുനബി തങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച ഒരു പ്രവാചക സ്നേഹിയാക്കി അള്ളാഹു മാറ്റുകയും ചെയ്യട്ടെ. എല്ലാവർക്കും നബിദിനാശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.